നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി നമ്മൾ ബി പോസിറ്റീവില് 25 വർഷം പൂർത്തിയാക്കിയ ഒരുപിടി നല്ല മൂവീസിനെ പറ്റിയുള്ള ഒരു ചർച്ചയായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാവം പാവം രാജകുമാരൻ എന്നൊരു ബ്യൂട്ടിഫുൾ മൂവിയെ പറ്റിയാണ്. ശ്രീനിവാസൻ സാറിന്റെ സ്ക്രിപ്റ്റോട് കൂടി കമൽ സാർ സംവിധാനം ചെയ്ത ഈ മൂവിയെ പറ്റിയാണ് ഇന്ന് ബി പോസിറ്റീവിന്റെ ചർച്ച. എനിക്കൊന്ന് വളരെ നല്ല തമാശകൾ ഉൾപ്പെട്ടിരുന്ന ഒരു സിനിമയായിരുന്നു അല്ലേ അത്? തീർച്ചയായും. ഈ ചിത്രത്തിൽ ഒരു ഫേമസ് സോങ് ഉണ്ടായിരുന്നു അല്ലെ, ചിത്ര ചേച്ചി പാടിയ കണ്ണാടി കയ്യിൽ. എന്തായാലും ഹൃദയം ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ ഒരു പാട്ട് പാടിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ എന്തായാലും എന്നെ വെറുതെ വിടില്ല. അപ്പൊ ഒരു രണ്ടുപേര് തീർച്ചയായും. കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടോ കാക്കാത്തിക്കിളി, ചുണ്ടത്തിൽ ചെന്തുമല്ലിപ്പൂവിരിഞ്ഞൊരാളുണ്ടോ, അഴകോരും തമ്പ്രാനുണ്ടോ, കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടു കാക്കാത്തിക്കിളിയേ, ചുണ്ടത്തിൽ ചെന്തുമല്ലിപ്പൂവിരിഞ്ഞൊരാളുണ്ടോ, അഴകോരും തമ്പ്രാനുണ്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ചിത്ര ചേച്ചിയുടെ ആ ഒരു പാട്ടിന്റെ ആ ഒരു വോയിസ് എന്ന് പറയുന്നത്. അതുപോലെ നല്ല ഒരു ഓളം ഉള്ള ഒരു പാട്ടും കൂടെയാണ്. അത് ഹൃദയ പാടിയപ്പോൾ അതേ ഫീലിൽ തന്നെ നമ്മുടെ പ്രേക്ഷകരിൽ എത്തി. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. ശുഭസംഗീതം. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളുന്ന ദേവി, നിന്മാണിക്യ വീണ തന്ത്രിലല്ലോ ഓംകാരനാദമിരിപ്പൂ. വേദത്തിലും ശ്രീരാഗത്തിലും വാണരുളുന്ന ദേവി, നിന്മാണിക്യ വീണ തന്ത്രിലല്ലോ ഓംകാരനാദമിരിപ്പൂ. ഓർമ്മയിൽ മുക്കിയ വിരലുകൾ കൊണ്ടു ഞാൻ നിൻ നാഥ ബ്രഹ്മരൂപം വരച്ചു. ഓർമ്മയിൽ മുക്കിയ വിരലുകൾ കൊണ്ടു ഞാൻ നിൻ നാഥ ബ്രഹ്മരൂപം വരച്ചു. പ്രാർത്ഥനയിലും ജപമാലയിലും എൻ നിലവിളക്കിലും നിറയുന്ന രൂപം. ഗോപിക, ഇന്നെന്ന് പറയുന്നത് നാളത്തെ ചരിത്രമാണ് അല്ലേ? തീർച്ചയായിട്ടും. 1927 ജൂലൈ 1 അന്നാണ് നമ്മുടെ ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖർ ജനിച്ചത്. തീർച്ചയായിട്ടും. അതുപോലെ ഇന്നത്തെ ദിവസം തന്നെ വേറൊരു പ്രശസ്ത വ്യക്തി കൂടെ ജനിച്ചിട്ടുണ്ട്. അതായത് 1938 ജൂലൈ 1 ഹരിപ്രസാദ് ചൗരസിയ ജനിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ഒത്തിരി ചരിത്ര പ്രാധാന്യങ്ങൾ ഉള്ളതാണ് ഓരോ ദിനവും എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഇത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യങ്ങളെ വിരൽ ചൂണ്ടുന്ന അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. ചരിത്രത്തിൽ ഇന്ന്. ഗോപിക, നമ്മുടെ അടുത്ത സെഗ്മെന്റ് എനിക്ക് പറയാനുള്ളത് എന്ന് ആ ഒരു സെഗ്മെന്റ് വേണ്ടി നമുക്കൊരു പ്രതിഭാശാലിയായ ഒരു വ്യക്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ആരെങ്കിന്റെ ഫ്രണ്ടിൽ വരുന്ന ആൾക്കാരെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ അല്ലേ? അതിന്റെ പുറകിൽ നിന്ന് അതിന് അത്രയും തന്നെ സപ്പോർട്ട് കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അതായത് ഒരു മൂവി ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പുറകിൽ നിൽക്കുന്ന ആ ഒരു ഗ്യാങ്ങിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ശരിക്കും വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ TV ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്നും കേൾക്കുന്ന ഒരു വോയിസ് ഉണ്ട് അല്ലേ? TV കൂടി എന്നും കേൾക്കുന്ന ഒരു മധുരമായ വോയിസ്, ഗാംഭീര്യമായിട്ടുള്ള, മധുരം എന്നതിനേക്കാളും ഒരു വളരെ ഗാംഭീര്യമുള്ള, നമ്മൾ എവിടെ കേട്ടാലും നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു വോയിസ്, ഒരു സ്ഫുടമായ ശബ്ദം. തീർച്ചയായിട്ടും. പ്രൊഫസർ അലിയാറിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാം അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന്. കാണാം എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.
കലാ സാംസ്കാരിക മേഖലയിലെ തിളങ്ങുന്ന വ്യക്തിത്വത്തിനുടമ, തൻ്റെ ശബ്ദത്തിൻ്റെ മാന്ത്രിക കരസ്പർശം കൊണ്ട്, ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കലാകാരൻ, ഒരു ബഹുമുഖ പ്രതിഭ. അത് മറ്റാരുമല്ല, അനുഗ്രഹീത കലാകാരൻ, നമുക്ക് ഏവർക്കും പരിചിതനായ ശ്രീ പ്രൊഫസർ അലിയാർ സാറിനെയാണ് നമുക്കിന്ന് ബി പോസിറ്റീവിൽ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. നമസ്കാരം. ഈ മേഖലയിൽ നിൽക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് വന്ന ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെ തോന്നുന്നു അങ്ങ്? അടിസ്ഥാനപരമായിട്ട് ഞാനൊരു അധ്യാപകനാണ്, മലയാള അധ്യാപകനാണ്. ശരിക്കും അങ്ങയെപ്പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്, വളരെ നന്നായിട്ട് മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ ഒരു 30 വർഷക്കാലം ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായിരുന്നു, 1972 മുതൽ 2002 വരെ. അപ്പോൾ ഈ 30 വർഷക്കാലം മലയാളം അധ്യാപകനായിട്ട് കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള പല സ്ഥലങ്ങളിലും ജോലി ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധ്യാപകനായതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ധാരാളം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അവസരം കിട്ടി. കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അവസരം കിട്ടി. പിന്നെ എൻ്റെ മലയാളം അല്ലെങ്കിൽ എൻ്റെ ഉച്ചാരണം അല്ലെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നറേഷൻ എന്ന് പറയുന്ന മേഖലയിൽ നിൽക്കുമ്പോഴൊക്കെ എനിക്ക് അധികമായി കിട്ടുന്ന ഒരു ബലം എന്ന് പറയുന്നത് ഭാഷ ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ഗാംഭീര്യം തന്നെയാണ്. അത് ഭാഷ വൃത്തിയായി ഉപയോഗിക്കാൻ ഒരുപക്ഷെ കുറച്ചെങ്കിലും എനിക്ക് കഴിയുന്നതിൻ്റെ, അധ്യാപകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും അത് വളരെ. അത് പക്ഷേ അതിനേക്കാളുപരി പിന്നെ എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ്. കാരണം അന്ന് പഠിപ്പിച്ച അധ്യാപകർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള അധ്യാപകരായിരുന്നു. പിന്നെ അങ്ങയെപ്പറ്റി പറയുമ്പോൾ പരസ്യ ചിത്രങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് അങ്ങ് ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ ശബ്ദമുണ്ടെങ്കിൽ മാത്രമേ, ഡോക്യുമെൻ്ററികളാണെങ്കിൽ പോലും ആ ശബ്ദ ഗാംഭീര്യത്തിൽ വളരെ നന്നായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങേക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം പറയാം. മലയാളത്തിലെ എണ്ണപ്പെട്ട സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളെല്ലാം ചെയ്യാൻ രാഷ്ട്രീയ നേതാക്കൾ, ഗാന്ധിജി, എബ്രഹാം ലിങ്കൺ, അങ്ങനെ ലോക നേതാക്കൾ, അവരെക്കുറിച്ചൊക്കെയുള്ള ഡോക്യുമെൻ്ററികൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിസ്മരണീയമായ ചില അനുഭവങ്ങൾ അക്കൂട്ടത്തിലുണ്ട്. ഉദാഹരണത്തിന് ചാർലി ചാപ്ലിനെ കുറിച്ചൊരു 38 എപ്പിസോഡ് ചെയ്യേണ്ടി വന്നപ്പോൾ ചാപ്ലിൻ്റെ ലൈഫ് കുറച്ചൊക്കെ അറിയാമായിരുന്നു, പക്ഷേ എങ്കിലും വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ അത് ചെയ്തപ്പോഴാണ് കഴിഞ്ഞത്. അത് ഭയങ്കര അനുഭവമായിരുന്നു. അതുപോലെ പത്മരാജൻ അന്തരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. നല്ല ഗാഠ സൗഹൃദം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്ത അവസരത്തിൽ പലപ്പോഴും ഞാൻ വിഷമിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. ഇദ്ദേഹം ശബ്ദം മാത്രമല്ല, വളരെ നന്നായിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു കലാകാരനാണ്. നമ്മുടെ എഴുത്തിലോട്ടൊന്ന് തിരിയാം സാർ. എഴുത്ത് നേരത്തെ പറഞ്ഞല്ലോ, നാടകമാണ് എൻ്റെ ഒരു പ്രധാന തട്ടകമായിട്ട് കുഞ്ഞുനാൾ മുതൽ ഉണ്ടായിരുന്നത്. ഒരു നൈസർഗികമായ ഒരു കഴിവാണ്, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ നാടകത്തിലുള്ള താല്പര്യം കൊണ്ട് ഞാൻ ഏതാണ്ട് 73 മുതൽ ലേഖനങ്ങൾ എഴുതി തുടങ്ങി. അത് നിരന്തരം എഴുത്തൊന്നുമില്ല, പക്ഷേ വല്ലപ്പോഴും ഒക്കെ എഴുതാറുണ്ട്. നാടകത്തെക്കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് കഥകളുടെയൊക്കെ ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്. നാടകത്തെക്കുറിച്ച് മാത്രം ഏതാണ്ട് ഒരു 100-നടുത്ത് ലേഖനങ്ങൾ നമ്മുടെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ഒരു 40 വർഷത്തിനിടയ്ക്ക് വെച്ച് വന്നിട്ടുണ്ട്. ഇത് സമാഹരിക്കപ്പെട്ടിട്ടില്ല. ചിലതൊക്കെ പിന്നെ ചെറിയ ഉപന്യാസം പോലെയൊക്കെ എഴുതി പോയതാണ്, പക്ഷേ ചിലതൊക്കെ കാര്യമായിട്ട് എഴുതിയിട്ടുള്ളതുമാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ സമീപകാലത്തായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം ചില പുസ്തകങ്ങൾ വന്നു. ഉദാഹരണത്തിന് എൻ്റെ ആത്മസുഹൃത്തും നാട്ടുകാരനുമായിരുന്ന നടൻ മുരളിയെക്കുറിച്ച് ചലച്ചിത്ര അക്കാദമി ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് നാടക പ്രവർത്തനം നടത്തുകയും വളരെ കാലം ഒരു കോളേജിൽ പ്രവർത്തിയെടുക്കുകയും ചെയ്ത ആളാണ് ഒരു വ്യക്തിയാണ് നരേന്ദ്രപ്രസാദ്. തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ചൊരു അങ്ങയുടെ ഒരു അഭിമുഖ സംഭാഷണത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, നരേന്ദ്രപ്രസാദ് സാറും അങ്ങുമായിട്ട് ഒരുമിച്ചാണ് ആദ്യമായിട്ടൊരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിലോട്ട് പോകുന്നത്. അതെ, അതിനു മുമ്പ് ഞാൻ ചെറിയ തോതിലൊക്കെ ചില ശബ്ദങ്ങൾ ചില കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നരേന്ദ്രപ്രസാദും അതിനു മുമ്പ് CP പത്മകുമാറിൻ്റെ അപർണ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ശബ്ദം കൊടുത്തിട്ടുണ്ട്. പക്ഷേ വളരെ കാര്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ശബ്ദം നൽകിയ ഒരു സിനിമ ലെനിൻ രാജേന്ദ്രൻ്റെ മീനമാസത്തിലെ ഷൂട്ടിംഗ്. വലിയൊരു ബിഗ് ബ്രേക്ക് ആയിരുന്നു. അതെ, അത് വളരെ യാദൃച്ഛികമായി കിട്ടിയതാണ്. ഞാൻ ശബ്ദം നൽകിയത് അതിനകത്ത് വിജയ് മേനോനും നരേന്ദ്രപ്രസാദ് കക്ക. ദാസേട്ടൻ്റെ പാട്ട് കേൾക്കാത്ത ഒരു ദിവസം ഒരു മലയാളിക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഏത് ചാനൽ തുറന്നാലും അങ്ങുണ്ടാവും. അങ്ങയുടെ ശബ്ദ സൗകുമാര്യം നുകരാനുള്ള അവസരമാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ
ആത്മാർത്ഥമായിട്ട് എന്ത് തോന്നുന്നു പറയാം? അല്ല, നമ്മളൊരു മേഖലയിൽ പ്രവർത്തിയെടുക്കുകയും ധാരാളം അവസരങ്ങൾ വരികയും കുറച്ചൊക്കെ അംഗീകാരം കിട്ടുകയും ചെയ്യുന്നത് അങ്ങേയറ്റം സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അതുകൊണ്ട് എനിക്കതിനകത്ത് ഇപ്പോഴും ഞാനത് ഇപ്പോഴും തുടർന്ന് ആ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെയധികം ആത്മവിശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു പക്ഷേ ഈ ശബ്ദ നിയന്ത്രണത്തിന് എന്തെങ്കിലും പ്രത്യേകമായിട്ടൊന്നും പലരൊക്കെ ചോദിക്കാറുള്ളതാണ്. അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നില്ല. അത് നമ്മുടെ വോക്കൽ കോഡിൻ്റെ ഒരു സവിശേഷത കൊണ്ട് പറ്റുന്നില്ല. തന്നെയല്ല, പലപ്പോഴും ശബ്ദം ആലേഖനം ചെയ്യപ്പെട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ ഒരാളുടെ ശബ്ദം കേട്ടാൽ മോശമായിട്ട് തോന്നാം, പക്ഷേ അത് റെക്കോർഡ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഒരു ആംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു ക്വാളിറ്റി ചിലപ്പം വളരെ പ്രധാനമായിട്ട്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ശബ്ദം രേഖപ്പെടുത്തുന്നത്, അത് പറയുന്നത് നന്നായിരിക്കും എനിക്ക് തോന്നുന്നു, ആദ്യമായിട്ട് എൻ്റെ ശബ്ദം രേഖപ്പെടുത്തുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയിലാണ്. ഞാൻ MA ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദർഭത്തിലാണ്. അത് ശാകുന്തളം നാടകം റേഡിയോയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പ്രൊഫസർ ചെയ്യുന്നു. അപ്പോൾ അതിൽ ശബ്ദം കൊടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുടെ ഇങ്ങനെ താല്പര്യപ്പെട്ട് പലരും കൊടുത്തു. പലരുടെയും ശബ്ദങ്ങൾ നോക്കി ഒരു ടീമൊക്കെ ഇരുന്ന് അധ്യാപകർ നോക്കിയതിന് ശേഷം പ്രധാന കഥാപാത്രമായ ദുഷ്യന്തന് ശബ്ദം നൽകാൻ എനിക്കാണ് അവസരം കിട്ടിയത്. റേഡിയോ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? എങ്ങനെ ഇരിക്കുന്നവനും ദുഷ്യന്തൻ രാജാവാകാം. എത്ര ഉണങ്ങി അസ്ഥിമാത്ര ശേഷനായിട്ടിരിക്കുന്ന ഒരാളിനും രാവണനാകാം. ഇല്ല, ശബ്ദം മാത്രം. ശബ്ദത്തിന്റെ ഗാംഭീര്യത്തിനോടൊപ്പം തന്നെ അങ്ങയുടെ വ്യക്തിപരമായിട്ടും അങ്ങ് വളരെയധികം സുന്ദരനാണ്. ശബ്ദത്തിന്റെ സൗന്ദര്യത്തോടൊപ്പം സുന്ദരൻ തന്നെയാണ്. അപ്പം അത് റെക്കോർഡ് ചെയ്തത് നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയിലാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ ആദ്യമായിട്ടാണ് ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് കാണുന്നത്, കേൾക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. ഞങ്ങളിത് ചെയ്യുന്നു. ചെയ്ത് കഴിഞ്ഞിട്ട് സരസ്വതി അമ്മ എന്ന് പറയുന്ന മഹിളാലയം ചേച്ചി, അവരാണത് പ്രധാനമായിട്ടും റെക്കോർഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ വരും കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം വിളിച്ചു നിർത്തി കേൾപ്പിച്ചു. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ശബ്ദമാണോ ഇത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ആയിട്ട് തോന്നി. അപ്പോൾ അവർ പറഞ്ഞു നന്നായിട്ടുണ്ട്. അപ്പോൾ എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ ഒരു അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് കൊടുത്തിട്ട് പോയാൽ ഓഡീഷന് ഞങ്ങൾ വിളിക്കാം, ഇടയ്ക്ക് അവസരങ്ങൾ കിട്ടും, നല്ല ശബ്ദമാണ്, നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അന്നതൊന്നും കാര്യമാക്കിയില്ല. നമ്മൾ നമ്മുടെ ജോലിക്ക് പോയി. പിന്നെ കുറേ കഴിഞ്ഞാണ് ഈ സാധ്യതകളെല്ലാം. എനിക്കറിയാം, അങ്ങയുടെ ജീവിതത്തിൽ അങ്ങയെ ഡബ്ബിംഗ് മേഖലയിലേക്ക് തിരിച്ചുവിട്ടത് 2 വിദ്യാർത്ഥികളാണ്. അവർ ഒരു ചടങ്ങിന് ശേഷം അങ്ങയോട് വന്ന് വളരെ ഗംഭീരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഒരു അനുഭവം. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ക്ലാസ്സാണത്. ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലാണ് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. 72 നവംബറിലാണ്. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് വലിയ സന്ദേഹമില്ല. കാരണം പഠിക്കുന്ന കാലത്ത് തന്നെ ഈ പാരലൽ കോളേജുകളിലൊക്കെ ധാരാളം പഠിപ്പിച്ച് എനിക്ക് പറ്റുന്ന ഒരു മേഖലയാണെന്ന് എനിക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ് എനിക്കൊരു വലിയ പ്രശ്നമൊന്നുമല്ലായിരുന്നു. പക്ഷേ ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിരിക്കുമ്പോൾ ആ ക്ലാസ്സിലുണ്ടായിരുന്ന 2 വിദ്യാർത്ഥികൾ വന്നിട്ട്, മാഷിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നവരാണ് ഞങ്ങൾ, എന്നിട്ട് മാഷിൻ്റെ ശബ്ദം വളരെ ആകർഷകമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ക്ലാസ് ബോറായിപ്പോയി? അങ്ങനെയല്ല, പറയുന്ന രീതി, അതുകൊണ്ട് ശബ്ദത്തിൻ്റെ അപ്പോൾ വളരെ ഇങ്ങനെ താല്പര്യത്തോടുകൂടി ഇരിക്കാൻ തോന്നും എന്ന് പറഞ്ഞു. ഒരുപക്ഷേ ആ കാലത്തൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ എന്തെങ്കിലും ആകുമെന്നും നമുക്കറിയില്ല. പിന്നീട് വന്നതാണ്. പക്ഷേ അതൊരു പ്രവചന സ്വഭാവമുള്ള ഒരു അഭിപ്രായ പ്രകടനമായിട്ട് പിൽക്കാലത്തിലേക്ക് ആ 2 വിദ്യാർത്ഥികളും, ഏറ്റവും പ്രധാനപ്പെട്ട 2 വിദ്യാർത്ഥികളും അതേ കോളേജിൽ മലയാളം അധ്യാപകരായിട്ട് വരികയും അവിടെ ഇരുന്ന് റിട്ടയർ ചെയ്യുകയും ചെയ്തു. 2 പേരും അറിയപ്പെടുന്ന എഴുത്തുകാരാണ്. ഒരാളുടെ പേര് ഇബ്രാഹിം ബെവിഞ്ചെ എന്നാണ്, ഒരാൾ MA റഹ്മാൻ. തീർച്ചയായിട്ടും അവരുടെ കണ്ടെത്തൽ വളരെ അർത്ഥവത്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇദ്ദേഹം വളരെയധികം സൗഹാർദ്ദങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ മുരളി സാറുമായിട്ടാണെങ്കിലും നരേന്ദ്രപ്രസാദ് സാറായിട്ടുമാണെങ്കിലും വളരെയധികം ഒരു നല്ല ബന്ധം സൂക്ഷിച്ചു. അതെ, അത് എങ്ങനെയാണ് കാണുന്നത് സാർ? നടൻ മുരളി എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു പഞ്ചായത്തിൽ ജനിച്ചു വളർന്നവരാണ്. കൊട്ടാരക്കരയ്ക്കടുത്തുള്ള വെളിയം പഞ്ചായത്തിൽ, അടുത്തടുത്ത വാർഡാണ്. അദ്ദേഹം BA പഠിക്കുന്ന കാലം തൊട്ടേ എനിക്കറിയാം. എന്നേക്കാൾ ഇളയതാണ്. അന്ന് മുതലേ അറിയാം. നാടകത്തിൽ താല്പര്യമുണ്ട്. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് ട്രാൻസ്ഫറായിട്ട് വന്നു കഴിയുമ്പം മുരളി തിരുവനന്തപുരത്തുണ്ട്. മുരളിയുടെ അഭിനയ താല്പര്യം കുറച്ചുകൂടി വലുതായി വന്നു. അതിനിടയ്ക്കാണ് നരേന്ദ്രപ്രസാദ് നാടകമെഴുത്തിലേക്ക് തിരിയുന്നത്. അപ്പം ആ 75 അല്ലെങ്കിൽ 70കളുടെ കാലഘട്ടം എന്ന് പറയുന്നത് നരേന്ദ്രപ്രസാദ് അറിയപ്പെടുന്ന വളരെ
വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിരൂപകൻ, സാഹിത്യ നിരൂപകനായിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് ഒരു ഒരു നാടകത്തിലേക്കുള്ള ഒരു തിരിച്ചു വരുന്നത് അദ്ദേഹം. അത് ദേശീയ തലത്തിൽ നടത്തിയ ഒരു നാടക വർക്ക്ഷോപ്പിൽ, കോളേജ് അധ്യാപകർക്ക് വേണ്ടി നടത്തിയ ഒരു നാഷണൽ വർക്ക്ഷോപ്പിൽ ഞങ്ങൾ രണ്ടുപേരും പങ്കെടുത്തിരുന്നു. 29 ദിവസം നീണ്ടു നിന്ന ഒരു വർക്ക്ഷോപ്പാണ്. ആ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് നാടകത്തോടൊരു താല്പര്യം തോന്നുന്നത്. പിന്നീട് നാടകം എഴുതുന്നു. നാട്യഗ്രഹം എന്ന് പറയുന്ന ഒരു നാടക സംഘം 1980 ഉണ്ടാവുന്നു. നടൻ മുരളിയും, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, MR ഗോപകുമാർ, MK ഗോപാലകൃഷ്ണൻ, PA ലീലാപണിക്കർ, ഇങ്ങനെ നിരവധി ആളുകൾ കുറേ വർഷം തിരുവനന്തപുരത്ത് നാടകവുമായി ബന്ധപ്പെട്ട് നിന്നു. ഒന്നിലധികം പ്രാവശ്യം ദേശീയ നാടകോത്സവത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ അവസരം കിട്ടി. അങ്ങനെയായിരുന്നു ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത്. അത് നാടകത്തിൻ്റെ ഒരു പുഷ്കല കാലമായിരുന്നു. ഒരു നടൻ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം ശബ്ദം കൂടി ഉപയോഗിച്ച് വരുമ്പോൾ അതിനൊരു പ്ലസ് പോയിന്റ് ആണെന്ന് പറയും. തീർച്ചയായും. അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് പൂർണ്ണതയിലെത്തുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഒരിക്കലും അത് പൂർണ്ണതയിലേക്കുള്ള ഒരു യാത്രയാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു നടൻ, ഒരു കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അയാളുടെ അഭിനയത്തിൽ അയാളുടെ ശബ്ദവും കൂടെ ചേരുന്നതാണ്. സിനിമയിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അന്യഭാഷാ നടന്മാർ വരികയാണെങ്കിൽ അവർക്ക് ശബ്ദം വേറെ കൊടുത്തേ പറ്റുള്ളൂ. ചില ആളുകൾ അഭിനയം കൊണ്ട് നന്നായിട്ട് തിളങ്ങാൻ കഴിയുന്നവരായിരിക്കും, പക്ഷേ ഭാവാവിഷ്കാരത്തിന് അവരുടെ ശബ്ദം അപര്യാപ്തമായിരിക്കും. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലാണ് മറ്റുള്ളവരുടെ ശബ്ദം ആശ്രയിക്കേണ്ടി വരുന്നത്. പക്ഷേ ഒരു നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെ ഉപയോഗിക്കണം എന്ന് ഞാൻ പലപ്പോഴും ആളുകളോട് തന്നെ പറയാറുണ്ട്. ഇപ്പം നമ്മുടെ ചലച്ചിത്ര രംഗത്ത് തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, മമ്മൂട്ടി ആദ്യകാലത്ത് അഭിനയിച്ച ചിത്രങ്ങളിൽ, ഉദാഹരണത്തിന് സ്ഫോടനം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ശബ്ദം അത് നന്നല്ല എന്നൊരു തോന്നൽ അന്ന് PG വിശ്വംഭരൻ തോന്നിയതുകൊണ്ടാണ് മറ്റൊരാളുടെ ശബ്ദം കടമെടുത്തതാണ്. സുരേഷ് ഗോപി ആദ്യകാലത്തൊക്കെ ശബ്ദം കൊടുക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു. കുറച്ച് നേസലാണ് ശബ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി നിർത്തുകയായിരുന്നു. പക്ഷേ ആ ശബ്ദമൊക്കെ നമ്മൾ പിൽക്കാലത്ത് അംഗീകരിക്കുകയും അതല്ലാതെ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഒരു നടൻ തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ അയാളുടെ ശബ്ദം കൂടി ഉപയോഗിക്കണം, മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ ബാബു ആന്റണിക്ക് പൂവിന് പുതിയ പൂന്തനൽ തുടങ്ങി കുറേ ചിത്രങ്ങളിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാബു ആന്റണി സ്വന്തമായിട്ട് അപ്പോൾ ഡബ് ചെയ്യുന്നത് എന്തു വന്നാലും വേറെ ആളെ കൊണ്ട് ചെയ്യിക്കില്ല. അതൊരു പക്ഷേ ആദ്യമേ അങ്ങനൊരു താല്പര്യം പ്രകടിപ്പിച്ച് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുമായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അത് അന്ന് എന്തുകൊണ്ടോ അദ്ദേഹത്തെ അഭിനയിപ്പിച്ചവർക്കോ അദ്ദേഹത്തിന് തന്നെയോ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ പോയത്. പക്ഷേ എപ്പോഴും നടൻ അയാളുടെ തന്നെ ശബ്ദം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, അങ്ങക്ക് ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിത്തന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് കഥകളി ആചാര്യൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. മഹാനായ കലാകാരൻ, ജീവിതകാലം മുഴുവൻ കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച 100 വയസ്സിലധികമായി അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. അത് ചെയ്തത് രണ്ടുപേരാണ്, വട്ടപ്പാറ രാമേന്ദ്രൻ, PK രാധാകൃഷ്ണൻ, രണ്ടുപേരും ചേർന്ന് ചെയ്ത ഒരു വർക്കാണ്. ഇനി അങ്ങയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിയാം. കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ? കുടുംബം, ഭാര്യയുടെ പേര് ആരിഫ എന്നാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥയായിരുന്നു, റിട്ടയർ ചെയ്തു. 2 പെൺകുട്ടികളാണുള്ളത്. രണ്ടുപേരും അധ്യാപക ജോലി ചെയ്യുന്നവരാണ്. അച്ഛനെ പോലെ തന്നെ. സെറീന, സുലേഖ. എൻ്റെ മരുമക്കൾ ഷാജി, താജുദ്ദീൻ, മുഹമ്മദ് രാജ, രണ്ടുപേരും വിദേശത്താണ്. അവരൊക്കെ എങ്ങനെയാണ്? 3 കൊച്ചുമക്കളുണ്ട്. മൂത്ത മകളുടെ മകൻ അബ്ദുള്ള, രണ്ടാമത്തെ അയാളുടെ താഴെയുള്ളത് ആയിഷ, പിന്നെ രണ്ടാമത്തെ മകളുടെ മകൾ റുബൈദ, 3 കുട്ടികൾ, കൊച്ചുമക്കളുണ്ട്. അങ്ങനെ കഴിഞ്ഞു. വളരെ സന്തോഷമായിട്ട് കുടുംബജീവിതവും അതിനോടൊപ്പം ഈ കലാരംഗത്തും അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇന്ന് ബി പോസിറ്റീവ് വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരു ബഹുമുഖ പ്രതിഭയാണ്, സാംസ്കാരിക മേഖലകളിൽ തിളങ്ങുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ്. ശരിക്കും തിരുവനന്തപുരത്തിനും അഭിമാനിക്കാം. ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെ കണക്കാക്കാം. ശരിക്കും അദ്ദേഹം ഇനിയും വിജയത്തിൻ്റെ സോപാനങ്ങൾ ഒരുപാട് കുതിച്ചു കയറട്ടെ എന്ന് ഞങ്ങൾ ബി പോസിറ്റീവ് ടീം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും ബി പോസിറ്റീവ് പ്രേക്ഷകരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് ആണ് പറയാനുള്ളതൊക്കെ. കാരണം എൻ്റെ ഒരു ശബ്ദം പ്രേക്ഷകർക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ
അരോചകമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ആരും എന്നെ വിളിക്കുകയല്ല. അതുകൊണ്ട് എല്ലാ നന്ദിയും പറയാനുള്ളത് പ്രേക്ഷകരോടാണ്, ശ്രോതാക്കളോടാണ്. അവരത് കേൾക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ മേഖലയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവരോട് അങ്ങേയറ്റം നന്ദിയുണ്ട്. ഇത്രയും അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ബി പോസിറ്റീവ് ടീം ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. ഗോപിക, ശ്രീനിവാസൻ സാറിന്റെ ഒത്തിരി മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ശരിക്കും പറഞ്ഞ പാവം പാവം രാജകുമാരൻ എന്ന മൂവിയിൽ ശ്രീനിവാസൻ സാറിന്റെ ഒരു യുണീക്ക് ക്യാരക്ടർ ആയിരുന്നു. നമ്മൾ മലയാളി പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ലുക്ക് ചെയ്ത് അത്തരത്തിലുള്ള സാറിന്റെ ഒരു യുണീക്ക് ക്യാരക്ടർ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഈ മൂവിയിലൂടെ കൂടിയാണ്. അതും എനിക്കൊന്ന് ശ്രീനിവാസൻ സാറിന്റെ വേറൊരു ഗുണം തന്നെ എളിമ എന്ന് പറയുന്നത്. സിനിമയിൽ വന്നിട്ട് ഈ അടുത്തിടെ നമ്മൾ അദ്ദേഹം കർഷക വൃത്തിയിൽ ഏർപ്പെടുന്നതൊക്കെ നമ്മളിങ്ങനെ ന്യൂസിൽ കാണുകയുണ്ടായി. അപ്പൊ ഇതുപോലെ എളിമ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കീപ്പപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കാണും വരെ നന്ദി, നമസ്കാരം.